എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ തൊലിക്കമുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യം, ആ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന് രോഗം തന്നിട്ടുണ്ടെങ്കിൽ ആ രോഗം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പരീക്ഷണമാണ്. എന്നാൽ ആ അനുഗ്രഹത്തിൽ ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ അടയാളം എന്ന് പറയുന്നത്, എന്റെ പ്രിയമുള്ളവരെ, പടച്ചുറപ്പ് തന്ന ആ അനുഗ്രഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആരോഗ്യം എന്ന അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ട് നന്ദി ചെയ്യാൻ അല്ലാഹുവേ പടച്ചുറപ്പേ ഓരോ അടിമയും തയ്യാറാവണല്ലോ. രോഗമെന്ന് പറഞ്ഞാൽ അല്ലാഹുവേ അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന്റെ പേരിൽ ക്ഷമിക്കാൻ അല്ലാഹു ഓരോ സത്യവിശ്വാസിക്കും കഴിയുമല്ലോ. ഇത് ആർക്ക് മാത്രമാ കഴിയുന്നതെന്നറിയോ? ഇത് അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ ആളുകളുടെ അടയാളമാണ്. ഇത് വിശ്വാസികളുടെ അടയാളമാണ്. പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, അജബൽ ലി അംറിൽ മുഅ്മിനിൻ, അല്ലാഹുവേ ഒരു മുഅ്മിനിന്റെ കാര്യം വല്ലാത്ത വല്ലാത്ത അത്ഭുതമാണല്ലോ. എന്നിട്ട് അവിടെ നിന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അല്ലാഹുവേ അവന്റെ എല്ലാ കാര്യങ്ങളും അവനിക്ക് നന്മയാണല്ലോ. അവനിക്കൊരു ശർറ് വന്നാലും, അവനിക്കൊരു വിഷമം വന്നാലും, രോഗം വന്നാലും, അവനിക്ക് സന്തോഷം വന്നാലും, റബ്ബേ എത്ര വലിയ കടക്കണിയിൽ പെട്ടാലും ഒരു സത്യവിശ്വാസിയായ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യങ്ങൾ അവനിക്ക് ഖൈറാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. തീർന്നില്ലല്ലോ. പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അവിടുന്ന് പറയുകയാ, വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലി മുഅ്മിൻ, ഇത് ഒരു മുഅ്മിനിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു മുഅ്മിനായ ഒരു മനുഷ്യനുണ്ടോ, അല്ലാഹനെ പേടിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുന്നവരുണ്ടോ, ആ മനുഷ്യന് മാത്രം സാധിക്കുന്ന കാര്യവാ സ്വഹാബാ. അല്ലാതെ ഒരാൾക്കും തന്നെ ഇതിന് കഴിയില്ലല്ലോ. അല്ലാതെ ഒരാൾക്കും തന്നെ ഇതിന് കഴിയില്ലല്ലോ. പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് എന്നിട്ട് പറയുകയാ, ഇന്ന അസ്വാബതുഹു സറാഉ ശകറ, അല്ലാഹുവേ ഒരു മുഅ്മിനായ അടിമയുണ്ടല്ലോ, ആ അടിമക്കെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം കൊടുത്താൽ, അവന്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊടുത്താൽ, ആ അടിമയുടെ സ്വഭാവം എന്തെന്നറിയോ? ആ സ്വഭാവം എന്തെന്നറിയോ? അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അവൻ അല്ലാഹുവിന്റെ ശുക്ർ ചെയ്യുന്നവനാ സ്വഹാബാ, അവൻ അല്ലാഹുവിന്റെ ശുക്ർ ചെയ്യുന്നവനാ സ്വഹാബാ. മാത്രമല്ല എന്നിട്ടോ ഫകാന ഖൈറൻ ലഹു, അത് അല്ലാഹു അവനിക്ക് ഖൈറാക്കി കൊടുക്കുമല്ലോ, അത് അവനിക്ക് ഖൈറാണ് സ്വഹാബാ. വീണ്ടും അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബേ അവിടെ നിന്ന് പറയുകയാ, വഇൻ അസ്വാബതുഹു ളറാഉ സബ്റ, ആർക്കെങ്കിലും അവിടുന്ന് വല്ലാത്ത വിഷമം വന്നാൽ, ഒരു സത്യവിശ്വാസിയായ അല്ലാഹനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളുണ്ടല്ലോ, അവന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷമം കൊടുത്താൽ, അവനിക്ക് അല്ലാഹു വിഷമം കൊടുത്താൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അവന്റെ ജീവിതത്തിൽ അവന് ക്ഷമിക്കും സ്വഹാബാ, അവന് ക്ഷമിച്ചുകൊണ്ട് മുന്നേറുന്നവനാ സ്വഹാബാ. അല്ലാഹുവേ എന്നിട്ട് മുത്തുനബി അവിടുന്ന് പറയുകയാ, ഫകാന ഖൈറൻ ലഹു, അതും അവനിക്ക് ഖൈറാ, അതും അവനിക്ക് ഖൈറാണ് സ്വഹാബത്തെ. അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കണേ ഉമ്മ. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് എത്ര പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്, എത്രയോ വിഷമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്, എത്രയോ സന്തോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. റബ്ബേ നമുക്ക് വരുന്ന ഓരോ സന്തോഷങ്ങളുണ്ടല്ലോ, ആ സന്തോഷത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ശുക്ർ ചെയ്യാൻ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വിഷമഘട്ടങ്ങളുണ്ടല്ലോ,
ആ പ്രയാസത്തിലുണ്ടല്ലോ റബ്ബേ അവിടെ നിന്ന് ക്ഷമിക്കാനുള്ള മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ടോ? ഇതാണ് ഒരു മുത്തുമുഅ്മിനായ മനുഷ്യന്റെ അടയാളം എന്ന് പറയുന്നത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ കൊടുത്താൽ ആ നന്മയിൽ അവന് അല്ലാഹുവിനെ വല്ലാതെ സ്തുതിക്കുകയാ, അവൻ അല്ലാഹുവിന് നന്ദി ചെയ്യുകയാ. ഇനിയോ ജീവിതത്തിൽ അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുത്ത, കടബാധ്യതകൾ കൊടുത്ത, റബ്ബേ അല്ലാഹുവേ വല്ലാത്ത രോഗം കൊടുത്താൽ അതിന്റെ പേരിൽ അവന്റെ ജീവിതത്തിൽ അവന് നന്ദി ചെയ്യുകയാ, അവന് ക്ഷമിക്കുകയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, അല്ലാഹ് പടച്ച റബ്ബേ ഈ ലോകത്തിന് വിട പറയുന്ന സമയത്ത് അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കിടക്കുകയാ. അല്ലാഹ് വല്ലാത്ത വേദനയിൽ കിടക്കുമ്പോ സക്കറാത്തിന്റെ ഹാലിലാണ്, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബേ അവിടെ നിന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹിനെ കൊണ്ടുപോകാനിരിക്കുകയാ. അവിടുത്തെ വഫാത്തിന്റെ സമയമാണല്ലോ, എല്ലാവരും കരഞ്ഞു പോയ സമയമാണല്ലോ, സ്വഹാബത്ത് വല്ലാതെ കോരിത്തരിച്ച സമയമാണല്ലോ. റബ്ബേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ടല്ലോ, അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുന്ന വാർത്ത കേൾക്കുമ്പോ ആരാടാ എന്റെ മുത്തുനബി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്ന് പറഞ്ഞത്? അവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് റബ്ബേ അല്ലാഹുവേ അറേബ്യൻ മണ്ണിലൂടെ തന്റെ ഉറയിലിരിക്കുന്ന വാളൂരിക്കൊണ്ട് കടന്നു ഓടുകയാണല്ലോ, റബ്ബേ മദീനയുടെ മണ്ണിലൂടെ ഓടുകയാണല്ലോ. ഇതായിരുന്നടാ സ്വഹാബത്തിന്റെ അവസ്ഥ. അവസാനം അവിടെ നിന്ന് ക്ഷമിച്ചത് എങ്ങനെയാണ്? കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനോട് അത്രയ്ക്കും സ്നേഹമായല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് അത്രയ്ക്കും സ്നേഹമായല്ലോ. ആ സ്നേഹം കൊണ്ടാ ഉമ്മ പുന്നാര നബി തങ്ങള് അല്ലാഹുവേ പടച്ച റബ്ബേ അവിടുന്ന് അവസാന സമയത്തിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ വാർത്ത കേട്ടപ്പോ അവിടെ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പിന്നെ അല്ലാഹു ഒന്ന് അടങ്ങി നിന്നത്, അവിടുത്തെ വിഷമമൊന്ന് മാറിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപദേശമാ. അല്ലാഹ് പടച്ച റബ്ബേ ആ ഉപദേശം കേട്ടിട്ടല്ലേ അവിടുന്ന് ഉമർ തങ്ങൾക്ക് സമാധാനം കിട്ടിയത്. അല്ലാഹുവേ ആ സമയത്താ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിങ്ങനെ ഇരിക്കുകയാ. ആ സമയത്ത് ഫാത്തിമ ബീവി ഇങ്ങനെ കരയുകയാ, വല്ലാത്ത വിഷമത്തിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫാത്തിമ കരയല്ല ഫാത്തിമ, കരയല്ല ഫാത്തിമ. അല്ലാഹുവേ എന്നിട്ട് മുത്തുനബി അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, ലൈസ അലാ അബീകി കർബൻ ബഅദൽ യൗം, ഇന്നത്തെ ദിവസമുണ്ടല്ലോ ഫാത്തിമ, ഈ ദിവസം അങ്ങ് കഴിഞ്ഞാ, ഈ ദിവസം അങ്ങ് കഴിഞ്ഞാ പിന്നെ മുത്തുനബിക്ക് ആ ഫാത്തിമ നിന്റെ പിതാവിനിക്ക് പിന്നെ വിഷമമില്ലല്ലോ ഫാത്തിമ, പിന്നെ സന്തോഷമല്ലേ ഫാത്തിമ, പിന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിലൂടെ കടക്കുകയല്ലേ ഫാത്തിമ. അല്ലാഹുവിന്റെ ഒരുപാട് അനുഭൂതികളെ കൊണ്ട് നിറക്കപ്പെട്ട, ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട, അല്ലാഹുവിന്റെ പരിശുദ്ധமான ഒരുപാട് പറുദീസുകളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട റബ്ബേ, എല്ലാവരും ജീവിതത്തിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ആ പുന്നാര സ്വർഗ്ഗത്തിലല്ലേ ഫാത്തിമ, ആ സ്വർഗ്ഗത്തിലല്ലേ ഫാത്തിമ. അതുകൊണ്ട് വിഷമിക്കല്ലേ ഫാത്തിമ, വിഷമിക്കല്ലേ ഫാത്തിമ. ഇതാണ് ഉമ്മ
അള്ളാന്റെ റസൂൽ തന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരുപാട് വിഷമങ്ങളുണ്ട്. ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹ് വിഷമം കൊടുത്തത് ആർക്കാണെന്നറിയോ? അത് അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ, അത് അള്ളാന്റെ പ്രവാചകനല്ലേ. ഇന്നേ വരെ ലോകത്ത് ഒരാൾക്കും എന്റെ പ്രിയമുള്ളവരെ കൊടുക്കാത്ത പ്രയാസങ്ങളാ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. അല്ലാഹുവേ, ഏറ്റവും കൂടുതൽ സ്നേഹവും അല്ലാഹുവിന് ആരോടാ? അത് പുന്നാര നബി തങ്ങളോടല്ലേ, അത് പുന്നാര നബി തങ്ങളോടല്ലേ. നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പരീക്ഷണം കൊടുത്തിട്ട് അത് പുന്നാര നബി തങ്ങളോട് അല്ലാഹുക്ക് ഇഷ്ടമില്ലായിട്ടെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയോ ഉമ്മാ? അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുന്നത് അത് അല്ലാഹുക്ക് ദേഷ്യമുണ്ടായിട്ടല്ല, അത് അല്ലാഹുക്ക് ദേഷ്യമുണ്ടായിട്ടല്ല, അത് അല്ലാഹു ക്ഷമിക്കാൻ വേണ്ടിയിട്ടാ. അടിമകളായ നമ്മളെ അല്ലാഹു പരീക്ഷിക്കുകയാ. അല്ലാഹ് നമുക്ക് രോഗം തരുമല്ലോ, അല്ലാഹ് നമുക്ക് കടം തരുമല്ലോ, അല്ലാഹു നമുക്ക് ജീവിതത്തിൽ അല്ലാഹ് മക്കളെയൊക്കെ മരിപ്പിച്ചിട്ട് സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ട് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുമല്ലോ. ഈ പരീക്ഷണങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഉമ്മ? നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകാനാ, നമുക്ക് അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാ. അല്ലാഹുവേ പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് അല്ലാഹുവേ നിന്നെ അറിഞ്ഞ് ജീവിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്, നീ തൗഫീഖ് തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ ക്ഷമിക്കാൻ പഠിക്ക്, ജീവിതത്തിൽ ക്ഷമിക്കാൻ പഠിക്ക്. അല്ലാഹ് തരുന്ന അനുഗ്രഹങ്ങൾ തന്റെ ജീവിതത്തിൽ ചേർത്ത് വെക്ക്. പടച്ച റബ്ബ് ജീവിതത്തിൽ തരുന്ന പരീക്ഷണങ്ങളുണ്ടല്ലോ, ആ പരീക്ഷണങ്ങളിലെല്ലാം ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്ക് വേണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ച റബ്ബ് തരുന്ന വേദനകളിലും വിഷമങ്ങളിലും റബ്ബേ ഒരാൾ ക്ഷമിച്ചാൽ അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരീക്ഷണത്തിൽ അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ക്ഷമിച്ചു നിന്നാൽ അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹ് കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയാ. അല്ലാഹ് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നേ വരെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിയിട്ടുണ്ടോ? ഈ ലോകത്തെ മുത്തുനബിയിലൂടെ പഠിപ്പിച്ചത് റബ്ബേ നമുക്കതെല്ലാം തെറ്റിയെന്ന് പറയാൻ കഴിയോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ പ്രപഞ്ചത്തെ മുഴുവനും പഠിപ്പിച്ചു പോന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, ഇന്ന് സത്യമായി പുലരുകയാ, ഇന്ന് സത്യമായി പുലരുകയാ. റബ്ബേ, അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തെ മാത്സ് പഠിപ്പിച്ചിട്ടില്ലേ, ബയോളജി ശാസ്ത്രം പഠിപ്പിച്ചിട്ടില്ലേ, കെമിസ്ട്രി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഏത് രൂപത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കണം, അല്ലാഹുവിനിക്ക് ഏതെല്ലാം രൂപത്തിൽ അവനിക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാക്കാൻ കഴിയും, അവന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അവന്റെ ബിസിനസിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തത് എന്തെങ്കിലും ഉണ്ടോ ഉമ്മ? അതെല്ലാം സത്യമല്ലേ, അതെല്ലാം സത്യമല്ലേ. അതുകൊണ്ടാ പറയുന്നത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഓരോ സത്യവിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുകയാ. ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കുമല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കുമല്ലോ. ഇതാരെ കുറിച്ചാ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന പരീക്ഷണങ്ങളില് ക്ഷമിക്കണേ ഉമ്മാ. ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് ഓരോ രോഗം വരുമ്പോ, ജീവിതത്തിൽ പ്രയാസം വരുമ്പോ അതിൽ ക്ഷമിക്കണേ ഉമ്മാ.
അങ്ങനെ ക്ഷമിച്ച അല്ലാഹ് കണക്കില്ലാത്ത പ്രതിഫലം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്ഷമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുമ്പോൾ ആ പരീക്ഷണങ്ങളിൽ മുഴുവനും നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് മുന്നേറിയാൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെ ക്ഷമിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയാ, നിങ്ങൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ അനുഗ്രഹങ്ങൾ നമുക്ക് കരഗതമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വരുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ഈ പ്രയാസത്തിൽ കരയരുത്, ഈ പ്രയാസത്തിൽ വിഷമിക്കരുത്. എൻ്റെ പ്രിയമുള്ളവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. നമുക്ക് ഖുർആനിൽ വിശ്വാസമല്ലേ? അല്ലേ? ഖുർആനിൽ വിശ്വാസമല്ലേ? ഒരാൾക്ക് ഖുർആനിൽ വിശ്വാസമല്ല, മുസ്ലിമല്ല, മുഅ്മിനല്ല.